ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, ഞാൻ എന്നെങ്കിലും എൻ്റെ വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ, ഞാൻ എന്നെങ്കിലും നേരം വൈകി വന്നിട്ടുണ്ടോ, അവൾ എന്തെങ്കിലും നിൻ്റെ മെസ്സേജിന് റീപ്ലൈ തന്നിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും ഇതിനു മുമ്പ് നിന്നോട് പണം ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ, അവൾ എന്തെങ്കിലും നിൻ്റെ മെസ്സേജിന് മറുപടി തന്നിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും കൃത്യസമയത്ത് വന്നിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും നിന്നോട് പണം ചോദിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, താങ്കളെ ഞാൻ എന്തെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, ഇതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും കൃത്യസമയത്ത് വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് എവർ എന്നുള്ള വാക്കാണ്. എവർ എന്ന് പറഞ്ഞാൽ എന്നെങ്കിലും, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും, എന്നെങ്കിലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, എങ്ങനെയാണ് ചോദിക്കുക ഇംഗ്ലീഷിൽ? ഇങ്ങനെയാണത് പറയുന്നത്, ഹാവ് ഐ എവർ മെറ്റ് ബിഫോർ. ഹാവ് ഐ എവർ മെറ്റ് യു ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് താങ്കളെ കണ്ടിട്ടുണ്ടോ. ഹാവ് ഐ എവർ മെറ്റ് യു ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് എന്തെങ്കിലും താങ്കളെ കണ്ടിട്ടുണ്ടോ. ഹാവ് ഐ എവർ മെറ്റ് യു. ഞാൻ എന്തെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ. ബിഫോർ, ഇതിനു മുമ്പ് എന്നാണ് ഇവിടെ അർത്ഥം വെക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഹാവ് ഐ എവർ മെറ്റ് യു ബിഫോർ. ഹാവ് ഐ എവർ മെറ്റ് യു ബിഫോർ. ഇനി ഇതേ പാറ്റേണിലാണ് നമ്മൾ ബാക്കിയുള്ള വാചകങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ഇനി ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞ വാക്ക് എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ എന്നെങ്ങനെയാ പറയാ? ഇങ്ങനെയാണ് ഇത് പറയുന്നത്, ഹാവ് ഐ എവർ ബ്രോക്കൺ മൈ പ്രോമിസ്. ഹാവ് ഐ എവർ ബ്രോക്കൺ മൈ പ്രോമിസ്. ഞാൻ എന്തെങ്കിലും എൻ്റെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് നൽകുന്നതിനെയാണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഹാവ് ഐ എവർ ബ്രോക്കൺ. ഞാൻ എന്തെങ്കിലും ഇതിനു മുമ്പ് തകർത്തിട്ടുണ്ടോ, എന്ത്, മൈ പ്രോമിസ്. ഞാൻ എന്തെങ്കിലും എൻ്റെ വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ. ഹാവ് ഐ എവർ ബ്രോക്കൺ മൈ പ്രോമിസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ എങ്ങനെ പറയാണ്, അവൻ എന്തെങ്കിലും കൃത്യസമയത്ത് വന്നിട്ടുണ്ടോ. അവൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, ഇതിനു മുമ്പ് എന്തെങ്കിലും അവൻ കൃത്യസമയത്ത് വന്നിട്ടുണ്ടോ. ഇങ്ങനെയാണ് ചോദിക്കുക, ഹാസ് ഹി എവർ റീച്ച്ഡ് ഓൺ ടൈം. ഹാസ് ഹി എവർ റീച്ച്ഡ് ഓൺ ടൈം. അവൻ എന്തെങ്കിലും കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടോ. ഹാസ് ഹി എവർ റീച്ച്ഡ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്. ഇവിടെ ഹാവിന് പകരം നമ്മൾ ഹാസ് യൂസ് ചെയ്തത് അവിടെ ഹി ആയതുകൊണ്ടാണ് കേട്ടോ, അവൻ എന്നായതുകൊണ്ടാണ്. ഹാസ് ഹി എവർ റീച്ച്ഡ് ഓൺ ടൈം. അവൻ എന്തെങ്കിലും കൃത്യസമയത്തിന് മുമ്പ് എത്തിയിട്ടുണ്ടോ. അവൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. ഇങ്ങനെയും പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവൾ എന്തെങ്കിലും ഇതിനു മുമ്പ് നിന്റെ മെസ്സേജിന് മറുപടി തന്നിട്ടുണ്ടോ. നീ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവൾ എന്തെങ്കിലും ഒരിക്കൽ ഇതിനു മുമ്പ് നിന്റെ മെസ്സേജിന് റീപ്ലൈ തന്നിട്ടുണ്ടോ. എങ്ങനെയാ ചോദിക്കുക? ഇതേ പാറ്റേണിലാണെങ്കിൽ ഹാസ് ഷീ, യെസ്, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഹാസ് ഷീ എവർ റീപ്ലൈ ടു യുവർ മെസ്സേജ്. ഹാസ് ഷീ എവർ റീപ്ലൈ ടു യുവർ മെസ്സേജ്. അവൾ എന്തെങ്കിലും ഇതിനു മുമ്പ് നിന്റെ മെസ്സേജിന് റീപ്ലൈ തന്നിട്ടുണ്ടോ. ഹാസ് ഷീ എവർ റീപ്ലൈ ടു യുവർ മെസ്സേജ്. അവൾ എന്തെങ്കിലും ഇതിനു മുമ്പ് നിന്റെ മെസ്സേജിന് റീപ്ലൈ തന്നു. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ എന്തെങ്കിലും ഇതിനു മുമ്പ് നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്, എന്തെങ്കിലും ഇതിനു മുമ്പ് നിന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. എങ്ങനെയാ ചോദിക്കുക? ഹാവ് ഐ എവർ ടോൾഡ് യു ലൈക്ക് ദിസ്. ഹാവ് ഐ എവർ ടോൾഡ് യു ലൈക്ക് ദിസ്. ഇതിനു മുമ്പ് ഒരിക്കലും എന്തെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. ആദ്യമായിട്ടല്ലേ പറയുന്നത്. ഹാവ് ഐ എവർ ടോൾഡ് യു ലൈക്ക് ദിസ് എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ അവസാനമായി ഒരു വാചകം കൂടെ. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്, അവൻ ഇതിനു മുമ്പ് എന്തെങ്കിലും നിന്നോട് പണം ചോദിച്ചിട്ടുണ്ടോ. അവൻ എന്തെങ്കിലും നിന്നോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരാൾ നമ്മളോട് പണം ചോദിച്ചു, അപ്പൊ ഇതിനു മുമ്പ് എന്തെങ്കിലും അയാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഹാസ് ഹി എവർ ആസ്ക്ഡ് യു ഫോർ മണി. ഹാസ് ഹി എവർ ആസ്ക്ഡ് യു ഫോർ മണി. അവൻ ഇതിനു മുമ്പ് നിന്നോട് എപ്പോഴെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ. ആസ്ക്ഡ് ഫോർ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഹാസ് ഹി എവർ ആസ്ക്ഡ് യു ഫോർ മണി. അവൻ എന്തെങ്കിലും നിന്നോട് പണത്തിന് വേണ്ടിയിട്ട് പണം ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയാണ്. ഹാസ് ഹി എവർ ആസ്ക്ഡ് യു ഫോർ മണി. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതേ പാറ്റേൺ നിങ്ങൾ പുതിയതായ സെന്റൻസുകൾ മലയാളത്തിൽ ഉണ്ടാക്കി നോക്കുക, പറഞ്ഞ് പരിശീലിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.